മരണം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും പല സമയങ്ങളിലും നമ്മെ തനിച്ചാക്കി പോയത് ഓർക്കുമ്പോ നിങ്ങളുടെ മനസ്സ് നീറുന്നുണ്ടാകും. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾക്കും സ്റ്റെപ്പ് എടുത്തപ്പോ തനിച്ചാക്കിയിട്ട് കടന്നുപോയവരെ കുറിച്ച് ഓർക്കുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കാം. പ്രിയദൈവത്തിലെ, ഇങ്ങനെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുവാനുള്ള കാരണം അവർ സാധാരണ മനുഷ്യരായതുകൊണ്ട്. പലർക്കും അവരുടേതായ പല താല്പര്യങ്ങളുമുണ്ട്. അവർ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നതിന് പല അജണ്ടകളും അവർക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്ന, കൈത്താങ്ങുന്ന, സഹായിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വരികിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹം അറിഞ്ഞ് യേശുവിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരുമ്പോ ആ ദൈവിക കരുതലും ദൈവിക പ്രൊവിഷനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം പ്രവർത്തിച്ചിട്ട് എന്തേ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കാതെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് യേശുവിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചുവടുകൾ വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കാണുവാൻ തുടങ്ങുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ആളുകളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അവർ അവനെ ഓർത്തില്ല, അവർ മറന്നുകളഞ്ഞു എന്നെല്ലാം കാണുവാൻ കഴിയും. കാരണം അത് മാനുഷികമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നാം ഭാരപ്പെടേണ്ടതില്ല. നാം ദൈവത്തോട് കൂടെയാണ് എങ്കിൽ ആരൊക്കെ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. പാനപാത്രവാഹകൻ യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞുവെങ്കിലും ദർശനം കാണിച്ച ദൈവം യോസഫിനെ മറന്നു കളഞ്ഞില്ല. ഇന്ന് നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ ഒരു നിന്ദാപാത്രമായി തീരുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. മറിച്ച് ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കി നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, സാഹചര്യങ്ങൾ നോക്കിയല്ല ഈ ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമാ നമ്മോട് കൂടെയുള്ളത് എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവർ, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ എല്ലാവരും മറന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ കണ്ടിരിക്കുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുമോ? നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. പ്രിയ ദൈവത്തിലെ, നിങ്ങളെ കളഞ്ഞവരുടെ മധ്യേ ഒരു ദൈവിക മാന്യത നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെ നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കാൾ വലിയ മറ്റു പല വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയപ്പോ നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തിയ ഒരു ദൈവമില്ലേ? ഈ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്നേ. ഈ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരും. നിങ്ങളെ ദൈവം യഥാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങൾ തകർന്നു പോകണമെന്ന്, താളാടിയായി പോകണമെന്ന്, ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നേറരുത് എന്ന് ശത്രുവായവൻ പദ്ധതി ഒരുക്കുന്നെങ്കിലും നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയണം, ഇല്ല, ഞാൻ പുറത്തു വരും, എന്റെ യേശു എന്റെ കൂടെയുണ്ടെന്ന് പറയണം. ഈ ജീവിക്കുന്ന യേശു കൂടെയുള്ളിടത്തോളം കാലം ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. ഒരു ശത്രുവിന്റെ പദ്ധതികളും നിങ്ങൾക്ക് എതിരെ ഫലിക്കുവാൻ പോകുന്നില്ല. അഭിഷേകം ചെയ്തത് ദൈവമാണെങ്കിൽ ആ ദൈവിക അഭിഷേകം വെറുതെ ആവുകയില്ല എന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ കുറച്ച് താമസിച്ചാലും പ്രിയ ദൈവത്തിലെ, അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ ദൈവിക പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും. ദേശം യേശുവിങ്കിലേക്ക് തിരിയും. ആരും നിങ്ങളുടെ പക്ഷത്തില്ല എങ്കിലും ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് എങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല, ആരും എന്റെ മനസ്സിന്റെ അവസ്ഥ കാണുന്നില്ല എന്നെല്ലാം. എന്നാൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ അവസ്ഥ കണ്ട് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് മറന്നു പോകല്ലേ. അത് സകലത്തെയും ഒറ്റ വാക്കിൽ ഉളവാക്കിയ ജീവിക്കുന്ന ദൈവമാണ്. ആരും എന്റെ കൂടെയില്ല എന്ന് നിങ്ങൾ പറയരുത്. അഖിലചരാചരങ്ങളുടെ സൃഷ്ടിതാവായ യേശു എന്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം. നിങ്ങൾ അങ്ങനെ പറയുവാൻ തുടങ്ങുമ്പോൾ ആ ദൈവ സാന്നിധ്യം, ആ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ശത്രുവായവൻ തകർക്കുവാനും നശിപ്പിക്കുവാനും കടന്നു വരുമ്പോൾ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ദൈവിക പദ്ധതി എന്നുള്ളതാണ്. ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയെയും മറന്നു പോകുകയല്ല. എളിയവരെയും കയ്യിൽ പണമില്ലാത്തവരെയും ഈ ലോകം മറക്കുമ്പോൾ
എളിയവരെയും ദരിദ്രരെയും ഒരിക്കലും മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. നാം ഈ ദൈവത്തെ മറന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ച നാളുകൾക്ക് ഇന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ കരം പിടിച്ചു വഴി നടത്തുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. എല്ലാ സാധ്യതകളും അടഞ്ഞാലും എല്ലാം പ്രതികൂലമാണെങ്കിലും ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരാം. ഈ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതുവരെ ആർക്കും തുറന്നിട്ടില്ലാത്ത വഴി ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. ഒരു വലിയ ജനം ശത്രുവിന്റെ വലിപ്പം കണ്ട് പേടിച്ചു നിൽക്കുമ്പോ ഒരു ചെറിയ ബാലൻ കടന്നു വന്നിട്ട് പറയുക, നിന്റെ കയ്യിൽ വാളും കുന്തോ എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ നിനക്കെതിരെ വരുന്നത് എന്റെ ദൈവത്തിന്റെ നാമത്തിലാണ്. ഗോലിയാത്തിന്റെ വലിപ്പം കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അവന്റെ കരത്തിലുള്ള ആയുധം കണ്ട് സകലരും ഭയന്നിരിക്കുമ്പോ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബാലൻ വന്നിട്ട് പറയുക, ഞാൻ നിനക്കെതിരെ വരുന്നു, ഞാൻ നിനക്കെതിരെ വരുന്നത് എന്റെ ദൈവത്തിന്റെ നാമത്തിൽ. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ധൈര്യമാണ് ശത്രുവിന്റെ വലുപ്പം കാണാതെ ദാവീദിനെ മുന്നോട്ട് നയിച്ചത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ശത്രുവിന്റെ വലുപ്പം നോക്കി ശത്രുവിന്റെ വലുപ്പത്തെ കുറിച്ച് വർണ്ണിക്കാതെ കൂടെയുള്ള ദൈവത്തെ ഒന്ന് തിരിച്ചറിയണം. കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം ഒന്ന് പറയാൻ തുടങ്ങണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം കാണുവാൻ പോകുകയാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആകാശത്തിലെ പറവകളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന ഭാഗം സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, 2 കാശിന് 5 കുരികലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കുരികലിനേക്കാളും എത്ര ശ്രേഷ്ഠമായ നിങ്ങളെ ഈ ദൈവം എങ്ങനെ മറക്കും? ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാതിരിക്കും? അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തണം. എന്റെ യേശു എന്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം. അത് സാധ്യതകളെ നോക്കിയിട്ടല്ല പറയുന്നത്. ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ എല്ലാം അസാധ്യമാണെങ്കിലും വാ തുറന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ അസാധ്യതകളുടെ നടുവിൽ ദൈവിക പ്രൊവിഷനുകൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. ദൈവം അതിന് നാം എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തുടങ്ങിയ എല്ലായിടത്തും വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ നമുക്ക് കഴിയും. പാറയിൽ നിന്ന് ജലമൊഴുകുകയാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച അത് നടക്കുകയല്ല. എന്നാൽ ദൈവശബ്ദം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ കരഞ്ഞു കലങ്ങിയ നിങ്ങളുടെ കണ്ണുകളൊന്ന് തുടയ്ക്കണം. നിങ്ങളെ സഹായിപ്പാനായി യേശുവുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അസാധ്യതകളെ നോക്കി നിങ്ങൾ ഇനി ഭാരപ്പെടല്ലേ. അസാധ്യതകളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാ ഈ ദൈവം. നിങ്ങളുടെ ജീവിത പടകിനെതിരെ അടിച്ചുയരുന്ന തിരമാലയുടെ വലിപ്പം കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. യേശു കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ധൈര്യമായിരിക്കണം. ആരൊക്കെ മറന്നാലും, പെറ്റ അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ധൈര്യമായിരിക്കണം പ്രിയ ദൈവത്തിലെ, യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ വിഷമിക്കില്ല. നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നത് ഈ ദൈവത്തിന് കാണുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ധൈര്യമായിരിക്കണം. എല്ലാവരും എതിരാണെങ്കിലും ഒരു സാധ്യതയുമില്ല എങ്കിൽ ചെങ്കടലിൽ വഴി തുറക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കുക തന്നെ ചെയ്യും. ഈ ദൈവത്തോട് ചേർന്നുള്ള യാത്ര ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല, അത് നിത്യതയിലും തുടരുന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കായി കരുതുന്ന, നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന യേശുവിന്റെ മുമ്പാകെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ സാധ്യതകളും അസ്തമിച്ച ഇടങ്ങളിൽ നിന്ന് തന്നെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇവരൊരു അനുഗ്രഹമാകട്ടെ. ഇവർ കൈവെക്കുന്ന മേഖലകളിലെല്ലാം ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.